ഇനി നമുക്ക് നോക്കാനുള്ളത് ഗുഡ്സ് ക്യാരിങ് വണ്ടികളാണ്. ഒരു ഗുഡ്സ് ക്യാരിങ് അടുത്തത് മെയിൻ മെനുവിൽ വന്നിട്ട് നമ്മൾ ഗുഡ്സ് ക്യാരിങ് വെഹിക്കിൾസ് എടുക്കാം. ഞാനൊരു RCയും കൂടി എടുക്കാം. ഒരു ഗുഡ്സ് ക്യാരിങ് വെഹിക്കിൾസിന്റെ ഒരു RC. അതിനു മുമ്പ് ഗുഡ്സ് ക്യാരിങ്ങിൽ ഏതൊക്കെ കാറ്റഗറി വരുമെന്ന് നോക്കാം. ക്ലാസ് ഓഫ് വെഹിക്കിൾ നോക്കുമ്പോൾ 2 കാറ്റഗറി മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ. 3 വീലർ പബ്ലിക് കാരിയർ, 4 or more വീലർ പബ്ലിക് കാരിയർ. അറിയാലോ, നമ്മളറിയാം 3 വീലർ പബ്ലിക് കാരിയർ എന്ന് പറഞ്ഞാൽ പെട്ടി ഓട്ടോറിക്ഷ, ഗുഡ്സ് ക്യാരി ചെയ്യുന്ന 3 വീലുള്ള പെട്ടി ഓട്ടോറിക്ഷ എന്ന് പറയുന്ന സംഭവം. അതാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാറ്റഗറി സെലക്ട് ചെയ്യുക. ബാക്കി 3 വീലർ അല്ലാത്ത എല്ലാ കാറ്റഗറി ഓഫ് ഗുഡ്സ് ക്യാരി വെഹിക്കിൾസും ഈ ഒരു കാറ്റഗറി. 4 or more വീലർ പബ്ലിക് കാരിയർ, ഈ 2 കാറ്റഗറി മാത്രമേ ഇതിലുള്ളൂ. നമ്മളൊരു 3 വീലർ പെട്ടി ഓട്ടോറിക്ഷയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെടുക്കുക. 3 വീലർ പബ്ലിക് കാരിയർ എടുക്കുക, മേക്ക് അടിച്ചെടുക്കുക. ഇപ്പൊ നമ്മളൊരു പിയാജിയോ ആപ്പേ വണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അത് മേക്ക് അടിച്ചു കൊടുത്തു, പിൻ കോഡ് കൊടുത്തു. ഇതൊന്നും പറയേണ്ട കാര്യമില്ല, ഇനിയിപ്പോ നമ്മൾ കുറെ ആയി. ടൈപ്പ്, ഡേറ്റ് ഓഫ് ഡെലിവറി. ഒരു തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ഇപ്പൊ നമുക്ക് ഫുൾ കവർ തന്നെ നോക്കാം. ഒരു പ്രീവിയസ് പോളിസി പാക്കേജ്, എക്സ്പയറി ഡേറ്റ് നമ്മൾ നാളത്തെ ഡേറ്റ് കൊടുത്തു. നാളെയാണെന്നുണ്ടെങ്കിൽ നാളെ കൊടുക്കുക. ക്ലെയിം ഇല്ല, അപ്പം ലാസ്റ്റ് ഇയർ MCP ചോദിക്കും. നമ്മളൊരു 35 ആണ് അതിൽ കണ്ടത്, അപ്പൊ നമ്മൾ 35 കൊടുത്തു. ഷോ പാക്കേജ് പ്രീമിയം. ഇതിലും നമ്മുടെ നിൽ ഡിപ്രീസിയേഷനും അങ്ങനെയുള്ള ആഡ് ഓൺ കവർ ഒക്കെ ഉണ്ട്. അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ 5 വർഷത്തിന് ഉള്ളിലുള്ള വണ്ടികളാണെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. ഇനി ഗുഡ്സ് ക്യാരിങ് വണ്ടികളിൽ നമ്മൾ പാസഞ്ചർ ക്യാരിങ് വണ്ടിയിൽ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഫാക്ടേഴ്സ് അതിന്റെ ക്യൂബിക് കപ്പാസിറ്റിയും സീറ്റിംഗ് കപ്പാസിറ്റിയാണ്. ആ 2 ഫാക്ടേഴ്സ് ആണ് അതിന്റെ പ്രീമിയം ഡിസൈഡ് ചെയ്യുന്ന മെയിൻ സംഭവങ്ങൾ. അപ്പൊ അതുകൊണ്ട് പാസഞ്ചർ ക്യാരിങ് വണ്ടികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു സീറ്റിംഗ് കപ്പാസിറ്റിയും ക്യൂബിക് കപ്പാസിറ്റിയും. ഇവിടെ ഗുഡ്സ് ക്യാരിങ് വണ്ടിയിലോട്ട് വരുമ്പോൾ അതൊന്നുമല്ല. ഇവിടെ പ്രീമിയം ഡിസൈഡ് ചെയ്യുന്നത് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ആണ്. GVW എന്ന് ഷോർട്ട് ഫോമിൽ പറയും, ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. അതിനനുസരിച്ചിട്ടാണ് പ്രീമിയം വരുന്നത്. ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ആ വണ്ടിയുടെ വെയിറ്റും ആ വണ്ടിയിൽ കയറ്റാവുന്ന പരമാവധി ഗുഡ്സിന് ഒരു വെയിറ്റ് ഉണ്ടാവും. എത്ര കിലോ വരെയുള്ള ഗുഡ്സ് അതിൽ കയറ്റാമെന്ന് RCയിൽ ഉണ്ടാവും. അപ്പോ വണ്ടിയുടെ വെയിറ്റും അതിൽ കയറ്റാവുന്ന പരമാവധി ഗുഡ്സിന്റെയും കൂടെ ടോട്ടൽ വെയിറ്റിനെയാണ് നമ്മൾ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുക. അപ്പൊ അതനുസരിച്ചിട്ടാണ് ഗുഡ്സ് ക്യാരിങ് വെഹിക്കിൾസിന്റെ പ്രീമിയം വരുന്നത്. അപ്പൊ നമ്മള് എത്രയാന്നുള്ളത് ഇവിടെ ഇപ്പൊ ബൈ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ പിയാജിയോ ആപ്പേ സെലക്ട് ചെയ്തപ്പം ബൈ ഡിഫോൾട്ട് ആയിട്ട് സിസ്റ്റത്തിൽ ഒരു 435 എന്നുള്ള ഒരു GVW വന്നിട്ടുണ്ട്. നമ്മൾ RCയിൽ ഒന്ന് ചെക്ക് ചെയ്യുക. RCയിൽ ഉണ്ടാവും, ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ഉണ്ടാവും. അത് മാറ്റം ഉണ്ടെങ്കിൽ അത് ഇവിടെ ഇപ്പൊ 915 ആണെന്ന് വെക്കുക. നമ്മൾ 915 എന്ന് കൊടുത്തു. IDV കൊടുക്കണം. ഫുൾ കവർ ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഒരു 50,000 IDV കൊടുത്തു. ഇനി തേർഡ് പാർട്ടി പ്രോപ്പർട്ടി ഡാമേജ് അത് 7.5 ലക്ഷം തന്നെ. ഇവിടെയും നമ്മൾ ലീഗൽ ലയബിലിറ്റി ടു ഡ്രൈവർ, നമ്മൾ 2 വീലർ ഒഴിച്ച് ബാക്കി എല്ലാ വണ്ടിയിലും ഇത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഒന്നാക്കി കൊടുക്കുക. ഇനി ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി ആസ് പെർ RC ബുക്ക്. സാധാരണ ഗുഡ്സ് ക്യാരിങ് വണ്ടികളിൽ ഈ പെട്ടി ഓട്ടോറിക്ഷ ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. പെട്ടി ഓട്ടോറിക്ഷയിൽ ഒരു സീറ്റ് തന്നെ ഉണ്ടാവുള്ളൂ, ഡ്രൈവറിന്റെ ഒരു സീറ്റ് തന്നെ ഉണ്ടാവുള്ളൂ ഫ്രണ്ടിൽ. അപ്പൊ നമ്മൾ 1 കൊടുത്തു. RC ബുക്കിൽ ഉണ്ടാവും എത്രയാന്നുള്ളത്, അത് 1 കൊടുത്തു. ഇനി നോൺ ഫെയർ പേയിങ് പാസഞ്ചർ. ഇപ്പൊ ഇത് നമ്മൾ ഗുഡ്സ് ക്യാരിങ് 3 വീലർ ഗുഡ്സ് ആയതുകൊണ്ട് അതിൽ ഒരു സീറ്റേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ നോൺ ഫെയർ പേയിങ് പാസഞ്ചറിന്റെ സംഭവം അവിടെ വരുന്നില്ല. അതുകൊണ്ട് അതൊന്നുമില്ല. പിന്നെ ഇവിടെ ടോവിംഗ് ചാർജ് എന്നൊരു സംഭവം ഉണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല. ടോവിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ ക്ലെയിം എന്തെങ്കിലും ഉണ്ടാകുമ്പോഴത്തേക്ക് വണ്ടി നമുക്ക് ടോ ചെയ്തുകൊണ്ട് പോവേണ്ടി വന്നാൽ അതിന് നമുക്ക് കവർ ചെയ്യാൻ കിട്ടുന്ന ഒരു സംഭവമാണ്. അത് നമുക്ക് അങ്ങനെ എക്സ്ട്രാ ടോവിംഗ് ചാർജ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അടിച്ചു കൊടുക്കാം. ഇപ്പൊ 1000 രൂപ ടോവിംഗ് ചാർജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അടിച്ചു കൊടുക്കാം. 3 വീലർ വണ്ടികളിൽ 750 രൂപ വരെ മാക്സിമം ടോവിംഗ് ചാർജ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ 750 രൂപ കൊടുക്കാം. അത് വേണമെങ്കിൽ കൊടുത്താൽ മതി, ഓപ്ഷണൽ കവർ ആണ്, വേണ്ടെങ്കിൽ വേണ്ട. ഇനി ഓണർ ഡ്രൈവർ PA കവർ സെലക്ട് ചെയ്തു. IMT23 ഇവിടെ ഉണ്ട്. ഗുഡ്സ് ക്യാരിങ് വണ്ടിയിൽ IMT23 കവർ ചെയ്തെങ്കിൽ മാത്രമേ, IMT23 കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾ നേരത്തെ പറഞ്ഞ ഹെഡ്ലൈറ്റ്, ട്യൂബ്, ടയർ, മഡ് ഗാർഡ്, ആ പാർട്സിന്, ബമ്പർ, ബോണറ്റ്, ഈ പാർട്സിനൊക്കെ എന്തെങ്കിലും ക്ലെയിം ഉണ്ടായാൽ അത് കവർ 25% എങ്കിലും കവർ ചെയ്യണമെങ്കിൽ IMT23 കൊടുക്കണം.
അത് വേണമെങ്കിൽ അത് ടിക്ക് ചെയ്യുക. നിർബന്ധമില്ല അത് കൊടുക്കണം എന്നുള്ളത്, അത് ആഡ് ഓൺ കവർ ആണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി. പിന്നെ ഇത്രയേ ഉള്ളൂ ശ്രദ്ധിക്കാൻ. നമ്മള് സ്പെഷ്യൽ ഡിസ്കൗണ്ട് എത്രയെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കാം. പിന്നെ ഇത് നെക്സ്റ്റ് പോകുമ്പോഴത്തേക്ക് നമുക്കറിയാം ബാക്കി മറ്റേ എന്താണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ സ്ക്രീൻ തന്നെയാണ്. അപ്പൊ നമ്മൾ ഇത് ബാക്ക് പോവുകയാണ്. ഇനി നമ്മള് 3 വീലർ അടുത്തൊരു കാറ്റഗറി കൂടെ ഉണ്ടല്ലോ, 4 or more വീലർ പബ്ലിക് കാരിയർ. ലോറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ ഗുഡ്സ് വണ്ടികൾ, MGVയോ HGVയോ അങ്ങനെയുള്ള ഹെവി ഗുഡ്സ് വെഹിക്കിളോ മീഡിയം ഗുഡ്സ് വെഹിക്കിളോ ഒക്കെ ആണെങ്കിൽ നമ്മളിത്, അല്ലെങ്കിൽ ടാറ്റ എയ്സ് ഒക്കെ പോലെയുള്ള 4 വീലർ ഗുഡ്സ് വണ്ടികൾ, ടാറ്റ എയ്സ് തുടങ്ങി പിന്നെ മുകളിലോട്ട് എത്ര അറിയാലോ, കുറെ വീലുള്ള വണ്ടികളുണ്ട്. അതെല്ലാം GVW വെച്ചിട്ടാണ് ആ ഒരു കാറ്റഗറി വരിക. 4 or more വീലർ നമ്മൾ സെലക്ട് ചെയ്തു, അതാണ് വണ്ടി എന്നുണ്ടെങ്കിൽ മേക്ക് കൊടുക്കുക. ഇപ്പൊ നമ്മളൊരു RC കാണിച്ചു തരാം. ഒരു ഗുഡ്സ് ക്യാരിങ് വണ്ടിയുടെ ഒരു RC ആണ്. ഭാരത് ബെൻസ് ആണ് വണ്ടി. ഇത് കാറ്റഗറി നോക്കുക ആദ്യം. ക്ലാസ് ഓഫ് വെഹിക്കിൾ HGV ടിപ്പർ, ഹെവി ഗുഡ്സ് വെഹിക്കിൾ ആണ്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാതെ ഗുഡ്സ് വെഹിക്കിൾ ആണ്, ടിപ്പർ ആണ്, ഹെവി ഗുഡ്സ് വെഹിക്കിൾ ടിപ്പർ ആണ്. ഇത് ഒരു വണ്ടിയുടെ RC ആണ്. ഇതില് നോക്കിയാല് നമുക്കിത് ഇയർ ഓഫ് മാനുഫാക്ചറിങ്, ക്യൂബിക് കപ്പാസിറ്റി, സീറ്റിംഗ് കപ്പാസിറ്റി ഇവിടെ 3 എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ GVW എവിടെ വരുമെന്ന് വെച്ചാൽ ഇത് പഴയ RC ആണ്. ഈ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയുന്നില്ല. ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് 25,000 കിലോഗ്രാം എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ. അപ്പൊ 25,000 ആണ് GVW. ഇവിടെയാണ് സാധാരണ RCയിൽ GVW കാണിക്കുക. പുതിയ RCയിലാണെങ്കിൽ അല്ലാതെ തന്നെ GVW തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മള് ഇനി അണ്ടർ റൈറ്റിങ്ങിലോട്ട് പോവാം. നമ്മള് ഭാരത് ബെൻസ് വണ്ടിയുടെ മേക്ക് സെലക്ട് ചെയ്തു, പിൻകോഡ് കൊടുത്തു. ഡേറ്റ് ഓഫ് ഡെലിവറി, ഒരു പാക്കേജ് പോളിസി തന്നെ നമുക്ക് നോക്കാം. പ്രീവിയസ് പോളിസിയും പാക്കേജ് ആയിരുന്നു. നാളെ എക്സ്പയർ ആവുന്ന പോളിസിയാണെന്ന് തന്നെ ഇരിക്കട്ടെ. ക്ലെയിം പ്രീവിയസ് പോളിസിയിൽ ക്ലെയിം ഇല്ല. ഒരു 20% പ്രീവിയസ് പോളിസിയിൽ NCB ഉണ്ട്. ഷോ പാക്കേജ് പ്രീമിയം. ഇതിൽ അഡീഷണൽ കവർ നിൽ ഡിപ്രീസിയേഷൻ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ആദ്യം നമ്മൾ IDV കൊടുക്കണം. ഒരു 15 ലക്ഷം IDV കൊടുത്തു. എന്നിട്ട് നിൽ ഡിപ്രീസിയേഷൻ കൂടെ കൊടുക്കുകയാണ്. അത് വേണം, പ്രീവിയസ് പോളിസിയിലുണ്ട്. അതുകൊണ്ട് നമ്മൾ നിൽ ഡിപ്രീസിയേഷൻ കൊടുത്തു. നമ്പർ ഓഫ് ട്രെയിലേഴ്സ് അറിയാലോ, വലിയ ഗുഡ്സ് ലോറികളൊക്കെ ആകുമ്പോൾ അതിൽ ട്രെയിലറും കൂടി ഘടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ട്രെയിലറിന് കവറേജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിലറിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇവിടെ ട്രെയിലർ ഡീറ്റെയിൽസ് ഉണ്ട്. അതെടുത്താല് അതിൽ ട്രെയിലറിന് കവറേജ് ഈ പോർട്ടൽ വഴി കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അത് കുഴപ്പമില്ല, ട്രെയിലർ നമുക്ക് വിട്ടേക്കാം. ട്രെയിലർ ഉണ്ടെങ്കിൽ മാത്രം കവർ ചെയ്താൽ മതി. GVW ഇവിടെ 12,800 ഇവിടെ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ട്. ഇനി അതല്ല RCയിലുള്ളത് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട വണ്ടിയുടെ 25,000 ആയിരുന്നു GVW, നമ്മൾ അത് അടിച്ചു കൊടുത്തു. ഇനി തേർഡ് പാർട്ടി പ്രോപ്പർട്ടി ഡാമേജ് 7.5 ലക്ഷം. നമ്മൾ ലീഗൽ ലയബിലിറ്റി ടു ഡ്രൈവർ ക്ലീനർ അവിടെ നമ്മൾ എല്ലാത്തിലും പോലെ 1 കൊടുത്തു. ഇനി ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി ആസ് പെർ RC ബുക്ക്, നമ്മൾ നേരത്തെ RC ബുക്ക് കാണിച്ചായിരുന്നല്ലോ. RC ബുക്ക് പ്രകാരം ടോട്ടൽ ഇത് ഈ RCയിൽ സീറ്റിംഗ് കപ്പാസിറ്റി 3 ആണ് ടോട്ടൽ. നമ്മള് ചിലതിൽ 2 ആവാം. ഇപ്പൊ ടാറ്റ ഐസ് ഒക്കെ ആണെങ്കിൽ 2 ഉണ്ടാവുള്ളൂ. ചെറിയ ലോറിയൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഫ്രണ്ടിൽ 2 സീറ്റേ ഉണ്ടാവത്തുള്ളൂ. വലിയ ലോറികളിലാണ് 3 സീറ്റ് ഉണ്ടാവും. ഇത് 25,000 GVW വന്നപ്പോൾ ഇത് വലിയ ലോറിയാണ്, അതുകൊണ്ടാണ് 3 സീറ്റ് കാണിച്ചത്. നമ്മൾ 3 അടിച്ചു കൊടുത്തു ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി. അപ്പൊ ഇവിടെ 3 ആയതുകൊണ്ട് ഈ 3 സീറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ കൺസെപ്റ്റ് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു സീറ്റ് ഡ്രൈവറിന്, ഒരു സീറ്റ് ക്ലീനറിന്, ഇനി മൂന്നാമതൊരു സീറ്റ് എന്ന് പറയുന്നത് നോൺ ഫെയർ പേയിങ് പാസഞ്ചർ ആണ്. ആ ഒരു സീറ്റ് ചിലപ്പോൾ ആ മൂന്നാമത്തെ സീറ്റുകൾ ഒന്നുകിൽ ആ ഗുഡ്സിന്റെ ആ വണ്ടിയിൽ കൊണ്ടുപോകുന്ന ഗുഡ്സിന്റെ ഓണർ ആയിരിക്കാം ഇരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വലിയ ലോറിയൊക്കെ ആകുമ്പോൾ വഴിയിൽ നിന്ന് ആരെങ്കിലും കൈ കാണിച്ച് ചിലപ്പോൾ ഒരു യാത്രക്കാരൻ വെറുതെ കയറിയാല് അയാൾക്കുള്ള ആ ഒരു അയാൾക്ക് വേണ്ടിയിട്ടുള്ള സീറ്റ് ആവാം. അത് അല്ലെങ്കിൽ അങ്ങനെ ആവാം.
അപ്പൊ അങ്ങനെ ഇപ്പൊ വഴിയിൽ നിന്നാണ് ഒരാൾ കൈ കാണിച്ച് വണ്ടി കയറി, ഒരു ലോറിയൊക്കെ വരുമ്പോഴത്തേക്ക് ബസ്സൊന്നും കിട്ടാതെ നിൽക്കുന്ന ഒരാള് വഴിയിൽ ലോറി വരുന്നു, കൈ കാണിച്ച് കയറുന്നു. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ നോൺ ഫെയർ പേയിങ്, കൂലി കൊടുക്കാതെ യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ. അപ്പൊ നോൺ ഫെയർ പേയിങ് പാസഞ്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പൊ 3 സീറ്റുള്ള ഗുഡ്സ് വണ്ടികളിൽ 1 സീറ്റ് ഡ്രൈവറിന്, 1 സീറ്റ് ക്ലീനറിന്, 1 സീറ്റ് ഒന്നുകിൽ ആ ഗുഡ്സിന്റെ ഓണറോ അല്ലെങ്കിൽ ഇതുപോലെ നോൺ ഫെയർ പേയിങ് പാസഞ്ചറിനോ ഉള്ളതാവാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലാണ് ചെയ്യുക. അപ്പം 3 സീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ലീഗൽ ലയബിലിറ്റി ടു ഡ്രൈവർ ക്ലീനർ എന്ന് കൊടുത്തല്ലോ ആദ്യം. അത് നമ്മൾ 1 എന്നുള്ളത് മാറ്റി 2 ആക്കുക. അതായത് ഡ്രൈവറും ഉണ്ട് ക്ലീനറും ഉണ്ട്. അപ്പൊ നമ്മുടെ നമ്മൾ 2 കൊടുത്തു. ഇവിടെ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി ആർസ് പെർ ആർ സി ബുക്ക് 2 ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ 2 എന്നാക്കി. ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി 2, അതായത് ഒരു ഡ്രൈവറും ക്ലീനറും മാത്രം. എന്നിട്ട് ഇവിടെ 2 തന്നെ കൊടുത്തു. ലീഗൽ ലയബിലിറ്റി ടു ഡ്രൈവർ ക്ലീനർ 2, ഡ്രൈവറും ക്ലീനറും. ഇനി ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി ആസ് പെർ ആർ സി ബുക്ക് 3 ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അത് 3 എന്നാക്കി. ഇവിടെ ലീഗൽ ലയബിലിറ്റി ടു ഡ്രൈവർ ക്ലീനർ 2 കൊടുത്തു, NFPP 1 കൊടുത്തു. അതവിടെ 1 കൊടുത്തു. പ്രീമിയത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് ടോട്ടൽ ഗുഡ്സ് വേണ്ടി ചെയ്യുമ്പോൾ ടോട്ടൽ സീറ്റിംഗ് 3 ആണെന്നുണ്ടെങ്കിൽ 2 ഒരെണ്ണം ഡ്രൈവർ, ഒരെണ്ണം ക്ലീനർ, അങ്ങനെ ടോട്ടൽ ഇവിടെ 2 കൊടുത്തു. NFPP 1, അങ്ങനെ ടോട്ടൽ 3. അങ്ങനെയാണ് ആ സീറ്റ് ഡിവൈഡ് ചെയ്ത് പോയേക്കുന്നത്. പിന്നെ ടോവിംഗ് ചാർജ് വേണമെന്നുണ്ടെങ്കിൽ ടോയിങ് ചാർജ് ഈ വലിയ വണ്ടിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ 3 വീലർ ചെയ്തപ്പോൾ 750 രൂപ വരെ എക്സ്ട്രാ ടോയിങ് ചാർജ് ആഡ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. ഇതിൽ വേണമെങ്കിൽ നമുക്ക് 1000 10,000 ഒക്കെ ആഡ് ചെയ്യാം. വേണമെങ്കിൽ കൊടുത്താൽ മതി. അപ്പൊ അതിൽ കുറവാണെന്ന് ഇപ്പൊ 1000 മതി എന്നുണ്ടെങ്കിൽ 1000 കൊടുത്താൽ മതി. ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ അവിടെ 0 ആയിട്ട് തന്നെ നമുക്ക് പോവാം. പിന്നെ നമുക്ക് സെയിം തന്നെ ഓണർ ഡ്രൈവർ PA കവർ 15 ലക്ഷം രൂപയുടെ അത് ടിക്ക് ചെയ്യുക. IMT 23 കവർ എന്താന്ന് നമുക്കറിയാം, അത് വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കൊമേഴ്സ്യൽ വണ്ടികൾക്ക് നമ്മൾ നിൽ ഡിപ്രീസിയേഷൻ കവർ ആഡ് ഓൺ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ IMT 23 കവറും കൂടി ഇവിടെ ടിക്ക് ചെയ്യണം. IMT 23 ടിക്ക് ചെയ്യാതെ നമ്മൾ നിൽ ഡിപ്രീസിയേഷൻ കവർ കൊടുത്തിട്ട് അപ്പം നമുക്ക് ഫുള്ളായിട്ട് ക്ലെയിം ഒന്നും കിട്ടത്തില്ല. നമുക്ക് ഒരു നമ്മുടെ ഈ പ്രൈവറ്റ് വണ്ടികളുടെ പോലെ നിൽ ഡിപ്രീസിയേഷൻ എടുത്താലും നമുക്ക് കൊമേഴ്സ്യൽ വണ്ടിയിൽ ഫുള്ളായിട്ട് എമൗണ്ട് നമുക്ക് ക്ലെയിം ആയിട്ട് കിട്ടത്തില്ല. നിൽ ബമ്പർ ടു ബമ്പർ എടുത്താൽ പോലും ഫുള്ളായിട്ട് കിട്ടത്തില്ല. നമുക്കൊരു മാക്സിമം ഒരു 75% വരെയൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോ നമ്മൾ ഈ IMT 23 കവറും കൂടെ എടുക്കാതെ നമ്മൾ ബമ്പർ ടു ബമ്പർ എടുത്താൽ 50% കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ നിൽ ഡിപ്രീസിയേഷൻ കവർ കൊമേഴ്സ്യൽ വണ്ടിയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ മറന്നു പോവാതെ IMT 23 കവറും നിർബന്ധമായിട്ടും കൊടുക്കുക. ഈ ഒരു കാര്യം കൂടി ഓർക്കുക, നിൽ ഡിപ്രീസിയേഷൻ കവറും IMT 23 കവറും ഒക്കെ ആഡ് ഓൺ കവറാണ്. അത് കസ്റ്റമർക്ക് വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ആഡ് ഓൺ ഓപ്ഷണൽ കവേഴ്സ് ആണ് അതൊക്കെ. പിന്നെ നിൽ ഡിപ്രീസിയേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും IMT 23 കൂടി കൊടുക്കണം എന്നുള്ള കാര്യം ഓർക്കുക. ഇനി സ്പെഷ്യൽ ഡിസ്കൗണ്ട് എത്രയാന്ന് വെച്ചാൽ നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് സാധാരണഗതിയിൽ ക്ലെയിം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 80 ഡിസ്കൗണ്ട് ഒക്കെ നമുക്ക് എടുക്കും ഈ ഗുഡ്സ് ക്യാരി വണ്ടികളിൽ. പക്ഷെ അപ്രൂവൽ വേണമെന്ന് മാത്രം. അതിനനുസരിച്ച് എത്ര എന്നുള്ളത് കൊടുത്തിട്ട് ഡിസ്കൗണ്ട് കൊടുത്തിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്ത് പോവാം. പിന്നെ 3ാമത്തെ സ്ക്രീൻ പറയണ്ടല്ലോ. ഇത്രയാണ് അണ്ടർ റൈറ്റിംഗ്. അപ്പൊ നമ്മള് UB പോർട്ടലിൽ ഏതാണ്ട് മോട്ടോർ അണ്ടർ റൈറ്റിംഗ് ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ അണ്ടർ റൈറ്റിംഗിൽ? ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? എന്തായാലും നമുക്ക് നമ്മള് ഇത്ര ഓൺലൈനിൽ എത്രയൊക്കെ നമ്മൾ പറഞ്ഞു തന്നാലും നിങ്ങൾ സ്വയം ചെയ്തു തുടങ്ങുമ്പോൾ കുറെ അധികം ഡൗട്ട്സുകൾ ഉണ്ടാവും. അത് നമ്മൾ ഗ്രൂപ്പിൽ അപ്പൊ തന്നെ ചോദിക്കുക. അതിനുള്ള ക്ലാരിഫിക്കേഷൻ അപ്പൊ അവിടെ തരാം. സംശയം ചോദിച്ചോട്ടെ? പറയും. അതായത് നമ്മളൊരു പ്രീവിയസ് പോളിസി പാക്കേജ് പോളിസി ഉള്ള ആള്, അയാളുടെ പോളിസി സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ഇതുപോലെയുള്ള വലിയ പോളിസികളുടെ എന്തെങ്കിലും മാർഗമുണ്ടോ നമുക്ക്? നഷ്ടപ്പെട്ടു പോയി, പോളിസി സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയി വിചാരിക്കാം. അയാൾക്ക് അതിന്റെ ഫൈനൽ ഡേറ്റ് പോലും അറിയില്ല. അങ്ങനെ ഒരാൾ വന്നിട്ട് അയാൾക്ക് ഒരു പോളിസി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പാക്കേജ് പോളിസി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാവും? നമുക്ക് ഇപ്പോഴത്തെ പ്രൊസീജിയർ വെച്ചിട്ട് നമുക്ക് വാഹനിൽ നോക്കിയാൽ അതിൽ നിലവിൽ ആ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാൻ പറ്റും. പരിവാഹനിൽ നോക്കിയാൽ നമുക്ക് നിലവിൽ ആ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടോ, ഏത് കമ്പനിയിലാണെന്ന് വരെ അറിയാൻ പറ്റും. അപ്പൊ നിലവിൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഏത് കമ്പനിയിലാന്ന് നോക്കിയിട്ട് ആ കമ്പനിയിൽ കോൺടാക്ട് ചെയ്യാൻ പറയാം, നിലവിൽ ലൈവായിട്ടുള്ള ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ. ഇനി ഓൾറെഡി മുടങ്ങി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വണ്ടി ഇൻസ്പെക്ഷൻ ഒക്കെ നടത്തിയതിന് ശേഷം നമുക്ക് ഫുൾ കവർ തന്നെ വേണമെങ്കിൽ കൊടുക്കാം.
ശരി. ഓക്കെ. സാറേ ടോയിങ് ചാർജ് പറഞ്ഞ എന്താ മനസ്സിലായില്ല. ടോയിങ് ചാർജ് ഇപ്പൊ വണ്ടി എന്തെങ്കിലും അപകടം പറ്റിയിട്ട് നമുക്ക് റിപ്പയറിംഗ് ആയിട്ട് ഷോറൂമിൽ അല്ല വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകണമല്ലോ. വണ്ടി ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നമ്മൾ മറ്റേ ഇത് ക്രെയിനും അല്ലെങ്കിൽ അങ്ങനെ വെച്ചിട്ട് നമ്മൾ വലിച്ചു കെട്ടി കൊണ്ടുപോവുകയാണല്ലോ ചെയ്യുന്നത്. അതിന് അങ്ങനെ വലിച്ചു കെട്ടി ആ റിപ്പയറിംഗ് ഗ്യാരേജിലേക്ക് കൊണ്ടുപോകണ അതിന് ഒരു കൂലി കൊടുക്കേണ്ടി വരുമല്ലോ. അതാണ് ടോയിങ് ചാർജ്. ഓക്കെ, താങ്ക് യു. ഓക്കെ.